ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളതാ കാര്യമായിട്ട് ഇന്ന് എന്തായാലും കറക്റ്റ് കാലിൽ തന്നെ കേട്ടോ ചെരുപ്പല്ല ഇട്ടിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും തെറ്റിച്ചിടുന്ന ഒരു പരിപാടിയായിട്ട് ഇത്. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നേരെ തിരിഞ്ഞാട്ടോ സംഭവിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് ഇതാ ചെരുപ്പല്ല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ എങ്ങോട്ടെങ്കിലും ഇറങ്ങുവാണെങ്കിൽ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് കുട എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ചെറിയൊരു മഴ മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് വ്യാഴാഴ്ച അപ്പോൾ ഇതിപ്പോൾ ഞാൻ മിക്കവാറും അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ ഇത് ഏത് ദിവസമാണ് നിങ്ങൾ കാണുന്നതെന്ന് അറിയില്ല. നമ്മളിത് വ്യാഴാഴ്ച ദിവസം എടുത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വ്യാഴാഴ്ച ആയതുകൊണ്ട് നമ്മളിത് വൈകുന്നേരത്തെ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നോക്കി ഒരാൾ അവിടെ നിൽക്കുക കേട്ടോ. ഇന്ന് കുളിച്ച് ഡ്രസ്സെല്ലാം മാറിയപ്പോൾ അമ്മ തണുപ്പാണ്, അതുകൊണ്ട് ഈ ഒരു സാധനം കൂടി ചെവിയിൽ വെക്കാൻ വേണമെന്ന് പറഞ്ഞത് കൈയോടെ തന്നെ ഇന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നേരെ ചാടിത്തുള്ളി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ. നമ്മൾ വേറെ അമ്പലത്തിലേക്കല്ല, അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മൾ പോകുന്ന ഒരു വഴി. അപ്പോൾ നോക്കിയ വഴിയിൽ ആ ഒരു റോട്ടിൽ കൂടെ നിറച്ചത് ഈ ഒരു കായങ്ങനെ നിറച്ചിങ്ങനെ വീണ് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മരം ഇവിടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു കായങ്ങനെ പഴുത്തിട്ട് നിറച്ച് ഇതേപോലെ ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ ചെത്തിരി കിടക്കട്ടോ. ഒത്തിരി ഉണ്ട് കേട്ടോ, നിറച്ചിങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോഴാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഞാവൽപ്പഴത്തിനെ പോലെയൊക്കെ തോന്നും കേട്ടോ. അത്രയും സൈസ് ഇല്ലെങ്കിൽ പോലും ഞാവൽപ്പഴത്തിൻ്റെ ഒക്കെ ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ കാണുന്ന കേട്ടോ അതിൻ്റെ ഒരു മരം നിറച്ചുണ്ട് കേട്ടോ. ഇങ്ങനെ കായകൾ ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ കാറ്റൊക്കെ വീശുന്നതനുസരിച്ച് നല്ല രീതിയിലാട്ടോ ഇങ്ങനെ വീഴും. അപ്പോൾ നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇതാ എങ്ങോട്ടേലൊക്കെ ഓടിച്ചാടി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇടയ്ക്ക് വീഴ്ച ഞങ്ങൾക്ക് ഇതുപോലുള്ള വീഴ്ചയും പതിവുള്ളത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നേരത്തെ അപേക്ഷിച്ച് വീഴ്ചകളൊക്കെ കുറവാന്ന് പറയട്ടോ. ആദ്യം ഇതുപോലെയൊക്കെ ഓടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് പോലും ആവില്ല, അതിൻ്റെ മുന്നേ ഒരു 5-6 വട്ടം വീണിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനെ അപേക്ഷിച്ച് വീഴ്ച വളരെ കുറവാന്ന് തന്നെ പറയട്ടോ. അപ്പോൾ നോക്കി ഓടി ഓടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ വണ്ടി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് സ്റ്റക്കായി നിന്നാണ്. അപ്പോൾ ഇതാ ഇതും അതിൻ്റെ വേറൊരു മരം കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ 1-2 മരം ഉണ്ട് കേട്ടോ അതുപോലെ. പിന്നെ ഇതാ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അമ്മ കുറച്ച് ദൂരം എടുക്കുമെന്ന് പറഞ്ഞാൽ നേരെ ചാടി ഇതൊക്കെ കയറിയിരിക്കും കേട്ടോ. നമുക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്, ഒരുപാടൊന്നും പോകാനില്ല. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അവനെക്കുട്ടി എടുത്ത് അവനെ എവിടെ പോകുന്നത് വെച്ചിട്ട് അമ്പലത്തിൽ പോകണം, എന്ത് പ്രാർത്ഥിക്കാനാണ് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നത് വാവ് വരുത്തല്ലേ എന്ന് തമ്പാടി എടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാമെന്ന് കേട്ടോ ആൾ പറയുന്നത്. അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായിട്ട് അപ്പോൾ നമുക്ക് റോട്ടിൽ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ കാണാൻ വേണ്ടി പറ്റും. നോക്കി മേൽഭാഗത്ത് ഇങ്ങനെ കുടം കമ്മത്തിയുള്ള ആ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ ഈ അമ്പലം വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഓരോ വീഡിയോസിലൂടെ കുറേ പേരൊക്കെ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മുടെ അമ്പലമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കുള്ള ഒരു ഇതവിടെ നേരെ നമുക്ക് താഴേക്ക് ഇറങ്ങാനാണ്. അപ്പോൾ നോക്കി ആൾ പറയുമ്പോൾ കുറച്ചൊരു എടുത്താൽ മതി. പിന്നെ ആളിങ്ങനെ ചാടിത്തുള്ളി അങ്ങ് നടന്നോട്ടെ. അങ്ങനെ ഏകദേശം നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പോകുന്ന 2 സൈഡിലായിട്ട് നോക്കി നിറച്ച് പൂക്കൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫ്ലവറിങ് കുറവാട്ടോ നമ്മുടെ തെച്ചിയിലൊക്കെ ആയാലും. അപ്പോൾ നമ്മൾ ഈ അടുത്ത് മരുന്നൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി നിർത്തിയിട്ട് ചെറിയൊരു പുഴുക്കേട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ അടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ നല്ല മഴയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാവും. ഇപ്പോൾ പൊതുവേ കുറച്ച് പൂക്കൾ കുറവാണ് പൊതുവേ എല്ലാ ചെടികളിലും നമ്മുടെ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ 2 സൈഡിലും നന്നായിട്ട് നമ്മൾ ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് തുളസിയൊക്കെ അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് ഒരുപാട് വേണ്ട. പൂജയുടെ ടൈമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര തുളസി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എത്ര തെച്ചിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തികയില്ല എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും താരമായിട്ട് നമ്മുടെ ഗന്ധരാജൻ്റെ പൂക്കളുണ്ട് കേട്ടോ. മാത്രമല്ല ഈ ഒരു ഗന്ധരാജൻ്റെ പൂ ഒരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ. ഈ ഒരു ചെടിയൊക്കെ ഒരുപാട് നാളായിട്ടോ, ഒത്തിരി നാൾ പഴക്കമുള്ള തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഞാൻ വട്ടം വീശിയിട്ടുമുണ്ട്. നല്ല രീതി തന്നെ ശാഖകളൊക്കെ ആയിട്ട് നോക്കി നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും മറ്റുള്ള ചെടികളിലൊക്കെ കുറച്ച് പൂക്കൾ കുറവാണെങ്കിൽ പോലും നമ്മുടെ ഒരു ഗന്ധരാജൻ നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഗന്ധരാജൻ്റെ ആ ഒരു ഫ്ലവറിലുള്ള ഓരോ പെറ്റൽസുകളും നല്ല കട്ടിയിലാട്ടതും നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ലുക്കാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു പൂ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നാൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നോക്കി ഇതൊരു മരത്തിൻ്റെ സെറ്റപ്പായിട്ട് വന്നിരിക്കട്ടോ. നന്നായിട്ട് വട്ടം വീശി ഒരുപാട് വലിപ്പം വെച്ച് അങ്ങനെ ഒരു പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു മരത്തിൻ്റെ സെറ്റപ്പിലാട്ടോ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇത് വേറൊരു വെറൈറ്റി ഇനം തെച്ചിയാണ്. അപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു തെച്ചിനെ അപേക്ഷിച്ച് നന്നായിട്ട് തന്നെ മുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഡേയ്സ് കഴിയുമ്പോഴത്തേന് നിറച്ച് പൂക്കളായിരിക്കും കേട്ടോ. ഒരുപാട് മുട്ടിട്ടിട്ടുണ്ട്. ഇപ്പോൾ താഴേക്കൊക്കെ ഇങ്ങനെ മുട്ടിയിട്ടാട്ടോ കുറേ മുട്ടുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും മുടങ്ങാതെ ഇവിടെ വിളക്ക് കത്തിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാട്ടോ ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്ത ചെരുപ്പല്ല ഊരി വെച്ച് താവണിക്കുട്ടി ചെരുപ്പൊക്കെ സൈഡിൽ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അടിച്ചു വരാനായിട്ട് ഒരുപാട് ചപ്പൊന്നുമില്ല, എന്നാൽ കൂടി നമുക്ക് കുറേ പുളിയുണ്ട് കേട്ടോ. ഈ ചെറിയ പുളികൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴില്ല. അപ്പോൾ അത് ഒരുപാട് ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് എല്ലാം ഒന്ന് അടിച്ച് കുറച്ച് ചപ്പുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് നന്നായിരുന്നു ആദ്യം പോയിട്ട് അടിച്ചു വരാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒന്നൊന്നായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് വിളക്ക് വയ്ക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും വെള്ളം നമ്മളിപ്പോൾ അത് അവിടെ നിന്ന് കുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളം ഒന്ന് നമുക്ക് 2 ബക്കറ്റിലും കുറച്ച് നിറയാൻ വേണ്ടി വയ്ക്കുക. കാരണം നമുക്കിനി പാത്രം കഴുകാൻ, അതായത് നമ്മുടെ വിളക്കുകളും കിണ്ടിയൊക്കെ കഴുകാനുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ പുറമൊക്കെ നന്നായിട്ട് കഴുകിയിടാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം അപ്പോൾ
മഴ മൂടിലുള്ളതുകൊണ്ട് തന്നെ എങ്ങാനും ചിലപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ കരടൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വെള്ളം വരും കൂടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വെള്ളം ആദ്യം തന്നെ പിടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ വെള്ളം നിറയാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും, കാരണം കുറച്ച് സ്ലോ ആയിട്ടാണ് ഇപ്പോൾ വെള്ളം വരുന്നത്. അപ്പോൾ പതുക്കെ എന്തായാലും വെള്ളം നിറയട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് എല്ലായിടും അടിച്ചു വാരിയിടാം. ഇവിടെ എത്തിയത് ആൾക്കറിയാട്ടോ വിളക്കൊക്കെ കഴുകാണ്ടിരുന്നത്. അപ്പത്തേനും പോയിട്ട് സോപ്പെല്ലാം എടുത്തിട്ട് പൊട്ടിക്കുന്നത്. നമ്മുടെ പഴയ യൂസ് ചെയ്തിട്ടുള്ള ഒരു സോപ്പ് കുറച്ചുണ്ട്, പക്ഷെ അതൊന്നും അവൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ വേറൊരു സോപ്പൊക്കെ എടുത്ത് പൊട്ടിച്ചിടുക കഴുകാനുള്ളൊരു പരിപാടി ആയിരുന്നു. പിന്നെ ഞാനിവിടെ അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോൾ നേരിട്ട് എന്താ പരിപാടി എന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ. അതായത് സംഭവം മറന്നല്ല കേട്ടോ. അവളെ ഞാൻ അവിടെ വെള്ളം നിറയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ബക്കല്ല. അപ്പോൾ അതിൽ പോയിട്ട് കൈയിട്ട് കഴിഞ്ഞിട്ട് അവൾക്ക് ഞാനിന്നിപ്പോൾ തണുപ്പുള്ളതുകൊണ്ട് തന്നെ സെറ്ററിൻ്റെ ഒരു ബനിയനാണ് ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ അത് സെറ്ററിൻ്റെ ബനിയൻ ഫുൾ കൈ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു കയ്യിൻ്റെ കുറച്ച് ഭാഗം നനഞ്ഞു എന്നാട്ടോ പറയുന്നത്, വെള്ളത്തിൽ തട്ടിയിട്ട്. അപ്പോൾ നല്ലത് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അടിച്ചു തട്ടത്. ഇവിടേക്ക് നമുക്ക് ഒരുപാട് ചപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് സമയം കിട്ടുമ്പോൾ നമ്മളൊന്ന് അടിച്ചിടാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ എല്ലാ വ്യാഴാഴ്ചയും വന്നിട്ട് ഇതുപോലെ അടിച്ച് എല്ലാവരും ഒന്ന് കഴുകി സെറ്റാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് ചപ്പില്ലെങ്കിലും പുളി മരത്തിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഒത്തിരി, അതായത് ഇങ്ങോട്ടേക്ക് ഒരുപാട് കമ്പുകൾ ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ അമ്പലത്തിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് കുറച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ദേവിയുടെ പ്രതിഷ്ഠയുടെ ആ ഒരു ഭാഗത്തേക്കായിട്ടോ ഒരു 3-4 വലിയ കമ്പുകളുണ്ട്. അപ്പോൾ അവിടേക്ക് നന്നായിട്ട് തന്നെ പുളികൾ ഇങ്ങനെ വീണ് കിടക്കണം. എന്നാലും എല്ലാം നമ്മൾ അടിച്ച് സെറ്റാക്കിയത് ക്ലീൻ ആക്കി ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിളക്കുകളെല്ലാം ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് കഴുകാനുണ്ട്. അതുപോലെ തന്നെ കിണ്ടിയിൽ വെള്ളം പിടിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നേരെ നമ്മൾ നിറയാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു ബക്കറ്റൊക്കെ ഇതാ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളം. പിന്നെ നമ്മുടെ ആവണിക്കുട്ടി ഇവിടെ കറങ്ങി ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിൽക്കുന്നുണ്ട്. ഈ കൂടുതൽ ഞാൻ അടിച്ചു വാരി ഒരു പകുതി എത്തിയപ്പോഴത്തേനും അവളിതാ ഓരോരോ സാധനങ്ങൾ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വെച്ചിട്ട് കഴുകലിൻ്റെ പരിപാടിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴായാലും ഇതാ ചെറിയൊരു തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടേ. അപ്പോൾ നമുക്കിനി എന്തായാലും ബാക്കിയുള്ള വിളക്കും സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിടാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ മഹാഗണപതിയുടെ അവിടെ വെക്കുന്ന ഒരു വിളക്കും അതുപോലെ തന്നെ കിണ്ടി നമ്മൾ ചന്ദനത്തിരി കുത്തി വെക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്തായാലും അതല്ലാതെ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും നമ്മുടെ ആവണിക്കുട്ടിനെ ഞാനിത് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഒരു ഉള്ളിലുള്ള ഒരു കിണ്ടിയും വിളക്കൊക്കെ നിർത്തി തരാൻ വേണ്ടി പറയണം. അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യം നല്ല കൃത്യമായിട്ട് തന്നെ ആളത് ഉള്ളിൽ കയറിയിട്ട് തന്നെ കാര്യമായിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്, അതുകൂടി എടുത്തോ. അങ്ങനെ എടുത്തോളാം. ഇറങ്ങി വാ, പുറത്തേക്ക് ഇറങ്ങി വാ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ എപ്പോഴും ഉള്ളിൽ നിന്ന് വിളക്കും അതുപോലെ തന്നെ കിണ്ടി സംഭവങ്ങളൊക്കെ എനിക്ക് എടുത്തു തരാറുള്ളത്. അതേപോലെ തന്നെ ഞാൻ ബക്കറ്റിൽ കപ്പിലാക്കിയിട്ട് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ തന്നെ ഉൾഭാഗമൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകാനൊക്കെ കൂടും കേട്ടോ. അപ്പം എന്തായാലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ അവളെ ഏൽപ്പിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഒരു വിളക്കും കിണ്ടി എല്ലാം എടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും കഴുകാം. അപ്പോൾ നോക്കി ഒരാൾക്ക് ചകിരിയൊന്നും ആവശ്യമില്ല കേട്ടോ. നേരെ സൂപ്പ് ഇട്ടിട്ട് നല്ല ഉരക്കലാട്ടോ ഉരയ്ക്കുന്നത്. ഇനി എന്തായാലും നേരെ ഞാനും കൂടി കൂടട്ടെ കേട്ടോ കഴുകാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ ഇവള് മിക്കവാറും ഇത് എല്ലാ പരിപാടിയും കഴിയുമ്പോഴത്തേനും നനഞ്ഞ് കുളിക്കും കേട്ടോ. ഇപ്പോൾ തന്നെ ആ പാൻറ്റിൻ്റെ ഒരു കാല് മൊത്തത്തിൽ നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതുപോലെ വെള്ളമുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആവണിക്കൂടിനെ എത്ര ഇവിടേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ ആൾ വരാതിരിക്കില്ല കേട്ടോ. കാരണം വെള്ളം കണ്ട അവൾ അവിടെ കമന്ന് വീഴുന്നു പറയാം കേട്ടോ. അത്ര ആൾക്ക് വെള്ളത്തിൽ കളിക്കാൻ അതുപോലെ തന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവൾ കണ്ടറിഞ്ഞ് നമ്മുടെ കൂടെ ചെയ്യാൻ കൂടും കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല ആൾക്ക് എന്തായാലും ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നോക്കി നല്ല രീതിയിൽ കുടഞ്ഞടഞ്ഞുള്ളിൽ ഒരു വെള്ളം ഫുള്ളായിട്ട് കളയുന്നുണ്ട്. ഇതുപോലെ 2-3 വട്ടമായിട്ട് അപ്പോൾ ചെയ്യുന്നത്. പിന്നെ വീണ്ടും ഇതുപോലെ വെള്ളത്തിൽ മുക്കിട്ടോ. പിന്നെ ഇത് കുടഞ്ഞ് കളയും തന്നെയാട്ടോ അവളുടെ പരിപാടി. എന്തായാലും കാര്യമായിട്ട് അതിന് ഇന്ന് തേച്ച് അതിന് നല്ല കളർ വരുന്നതാണ് തോന്നുന്നത്. കാരണം ഈ ഒരു പരിപാടി തുടങ്ങിയപ്പോൾ തൊട്ട് അവളുടെ കയ്യിൽ ഈ ഒരു സാധനം തന്നെയാട്ടോ. വേറെ ഒന്നിലേക്കും കൈ പോയിട്ടില്ല. എന്നാലും പറഞ്ഞ് തീരാത്ത മുഴുതാ അടുത്തതൊക്കെ അവിടെ വെച്ചെടുത്താൽ നേരത്തെ വിളക്ക് തേക്കാനുള്ള പരിപാടിയാട്ടോ. അപ്പോൾ വിളക്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ കത്തിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കത്തുന്നതുകൊണ്ട് അത്യാവശ്യം കരി ഉണ്ടാവും. നമ്മൾ പിറ്റേ ദിവസം കഴുകുന്ന ഒരു ടൈമിൽ പിന്നെ അത് എടുക്കണ്ട അതിൽ കരിയാവുമെന്ന് പറഞ്ഞപ്പോൾ സംഭവം പിടിവിടാനൊന്നും അവൾക്കൊരു ഉദ്ദേശമില്ല കേട്ടോ. എന്തായാലും ഒരു വിധത്തിൽ അവിടെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും ബാക്കിയുള്ളതെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. മഴ ചെറുതായിട്ടൊന്ന് ചാറുന്നുണ്ട് കേട്ടോ. വലിയ രീതിയിലൊന്നും ഇല്ല, ചെറിയതായിട്ട്. അപ്പോൾ പെയ്യുമെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ ചെറിയൊരു മൂടലും ഉണ്ട്. മൊത്തത്തിലൊരു കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. നമുക്ക് പുറത്തൊക്കെ വിളക്ക് കത്തിക്കേണ്ടതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് കത്താൻ പാടായിരിക്കും കേട്ടോ. മാത്രമല്ല മഴ ഇങ്ങനെ ഉറയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പുറത്ത് കത്തിച്ച് കഴിഞ്ഞാലും ഒരുപാട് നേരമൊന്നും കത്തി നിൽക്കില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രകളുടെ ആ ഒരു ഭാഗത്തേക്ക് അതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരമൊന്നും കത്തില്ല എന്നാണ് തോന്നുന്നത്. എന്താണെന്ന് അറിയില്ല. നമുക്ക് മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കത്തിക്കാം കേട്ടോ. അപ്പം എന്തായാലും വിളക്കെല്ലാം നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പം ഞാനിപ്പോൾ വിളക്ക് കഴിയാൻ വേണ്ടി എടുക്കുന്നത് നമ്മുടെ എക്സോയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകിക്കൊണ്ടിരുന്നത് നമ്മുടെ ഷൈൻ ക്ലീനിങ് പൗഡർ കൊണ്ടാട്ടോ. അതാകുമ്പോൾ നല്ല രീതിയിൽ വെട്ടി തിളങ്ങും കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് തീർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ നേരെ തീർന്ന് നമ്മൾ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തായാലും കിട്ടും. എന്തായാലും അതിനുശേഷം നമുക്ക് അത് വെച്ചിട്ട് തന്നെ കഴുകാം. അപ്പോൾ അതാകുമ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ തിളങ്ങും കേട്ടോ വിളക്ക് കഴുകി വരുമ്പോഴത്തേന്.
അത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ കൂടി പറ്റും കേട്ടോ. മാത്രമല്ല നമുക്ക് വിളക്കായാലും പാത്രങ്ങളായാലും ഇപ്പോൾ അയൺ, സിൽവർ, അലുമിനിയം എല്ലാ പാത്രങ്ങളും നമുക്ക് അത് ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും അത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്തായാലും എത്തും. അപ്പം എന്തായാലും നമുക്കിനി അത് വെച്ചിട്ട് തന്നെ കഴുകിയെടുക്കാം. പിന്നെ ഞങ്ങളിവിടെ ഇഷ്ടികയൊക്കെ പൊടിച്ചിട്ട് ആ ഒരു ഇഷ്ടിക വെച്ചിട്ട് കഴുകാറുണ്ട്. അപ്പോൾ അതും നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയുള്ള റിസൾട്ട് തന്നെ ആയിട്ട് കിട്ടും. നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത്രത്തോളം നമുക്ക് അടിപൊളി നമുക്ക് ഇഷ്ടിക ചെറുതായിട്ട് ഇങ്ങനെ പൊടിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു തരിതരി ഉണ്ടാവില്ല, ചെറിയൊരു തരി. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ കഴുകിയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനായി വരും. അതായത് വിളക്ക് കഴുകലും പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വിളക്കല്ലാതെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തറയും അതുപോലെ തന്നെ മേൽഭാഗങ്ങളും അങ്ങനെ കുറച്ച് കഴുകാനുണ്ട്. അപ്പം എന്തായാലും അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ഉൾഭാഗത്ത് നമ്മുടെ ആവണിക്കുട്ടി തന്നെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നന്നതിനെ കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഗണപതിയുടെ ഈ ഒരു ഭാഗം ഒന്ന് കഴുകണം. അതുപോലെ നമ്മുടെ ഭദ്രകാളിയുടെ ആ ഒരു ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെയും കൂടി നല്ല രീതിയിലൊന്ന് പോയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുക. അതേപോലെ തന്നെ നമ്മുടെ മാസത്തിലെ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളും നമ്മൾ വ്രതശുദ്ധിയോടുകൂടി ആ ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ നമ്മൾ വന്നിട്ട് ഇവിടെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അന്ന് വിളക്ക് വയ്ക്കാറുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കുടുംബക്ഷേത്രം ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ തിരുമേനിയോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ തന്നെയാട്ടോ ഇവിടെ ആ ഒരു ദിവസം വിളക്ക് വയ്ക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു വിളക്കിലെ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഇതാ ഞാൻ 3 വിളക്കിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറേ നേരം കത്തുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ എണ്ണ കുറഞ്ഞു പോയാലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കെട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 2 തിരി വീതമായിട്ട് ഇടുന്നത്. കാരണം തണുപ്പുള്ളതുകൊണ്ട് തന്നെ കത്താൻ ചിലപ്പോൾ പാടുണ്ടാകുന്നതിന് പുറത്തൊക്കെ വെക്കുന്നത് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തിരി മാത്രം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ പാടായിരിക്കും കേട്ടോ കത്താനൊക്കെ. അതുപോലെ തന്നെ പെട്ടെന്ന് കാറ്റൊക്കെ വീശുവാണെങ്കിൽ കെട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പുളിമരത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റൂടി വീശുന്ന ഏരിയ ആയതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ 2 തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് എന്തായാലും നമുക്ക് കുറച്ച് പൂ പറിക്കാണ്ട് അതേപോലെ തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കാണ്ട് നമുക്ക് കിണ്ടിയിലൊക്കെ 3 കിണ്ടിയിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കിണ്ടികളിൽ നമുക്ക് ആയാലും തെച്ചി അതുപോലെ തന്നെ തുളസി സംഭവങ്ങളൊക്കെ ഇടാണ്ടെന്നാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ആ ഒരു പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി. എൻ്റെ അവണിക്ക് പിന്നെ മധുരത്തിനേക്കാളും ഇഷ്ടം ഇതുപോലെ പുളിയൊക്കെ ആണ്. അതുകൊണ്ട് ആ പുളീനെ ചൂണ്ടി കാണിച്ചിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എപ്പോൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പുളിയുടെ സീസൺ കൂടി ആയി തുടങ്ങിയത്. പുളി ഇങ്ങനെ ഇപ്പോൾ ഉണ്ടായി തുടങ്ങുന്ന ഒരു ടൈം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പുളി ഇങ്ങനെ നിറച്ചിട്ടുണ്ടാവും അവിടെ താഴെ കൂടെ. അപ്പോൾ എപ്പോഴും അവിടെ 2 കയ്യിൽ ഓരോ പിടിയും കൊണ്ട് കേട്ടോ അവൾ വീട്ടിൽ പോകാറുള്ളൂ. ചെറിയ പുളികളാട്ടോ, അങ്ങനെ മൂത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അത്രയും കുഞ്ഞു പുളികളാണ് വീണ്ടും കൊഴിഞ്ഞു വീണിട്ടുള്ളത്. അപ്പോൾ നോക്കിയതാ ഞാനിവിടെ ഈ ഒരു പരിപാടി ചെയ്യുമ്പോഴത്തേനും നോക്കിയാൽ കയ്യിലൊരു ചന്ദനത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ താഴെ വെച്ചിട്ട് നേരെ പോയിരിക്കും കേട്ടോ പുളി വെറുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും നമ്മൾ വിളക്കിൽ എണ്ണയും തിരി ഇടലോ നമുക്ക് ആവശ്യമുള്ള ചന്ദനത്തിരി എല്ലാം നമ്മൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് പോയിട്ട് പൂവൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് ഊട്ടുപുരിയിൽ കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നമുക്ക് കൽവിളക്കിൽ ഒഴിക്കൊണ്ട് തന്നെ എണ്ണയാണ് അവിടെ വെച്ചിരിക്കണം. കാരണം നമുക്ക് കൽവിളക്ക് കൂടി കത്തിക്കാനുള്ള കുറച്ച് തെച്ചി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞക്കുളാമ്പി അതുപോലെ തന്നെ കുറച്ച് ചെമ്പരത്തി ഇതൊക്കെ കേട്ടോ ഞാനിപ്പോൾ പറിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ചുകൂടി പറിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ പറിക്കാം. എന്തായാലും പറിച്ചതെല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് കൽവിളക്കിലും കൂടി എണ്ണയൊക്കെ വിഷയം നന്നായിട്ടൊന്ന് എല്ലായിടത്തും കത്തിക്കട്ടെ. അതിനുശേഷം കാണാം. അങ്ങനത്തെ കേസ് നമ്മൾ വിളക്കെല്ലാം വെച്ചു വിട്ടു. അപ്പോൾ ഇത് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള വിളക്കാണ്. അപ്പോൾ നമ്മൾ ഭദ്രകാളിയുടെ അടുത്തും അതേപോലെ തന്നെ നമ്മുടെ മഹാഗണപതിയുടെ അടുത്തൊക്കെ നമ്മൾ വിളക്കൊക്കെ വെച്ച് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലൊരു മഴ വരുന്ന പോലത്തെ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ പോലും കുറച്ചൊന്നും തെളിഞ്ഞു കേട്ടോ. കാരണം അത് ചെറിയൊരു മഴച്ചാറ്റിൽ പോലെയൊക്കെ തോന്നിയെങ്കിലും പെയ്യുന്നാട്ടെ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്നാലും മഴയൊന്നും പെയ്തില്ല. അപ്പോൾ നമ്മുടെ വിളക്ക് വയ്ക്കലൊക്കെ നമ്മുടെ കൽവിളക്കായാലും എല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു വിളക്ക് വയ്ക്കുന്ന ഒരു സമയത്ത് കാറ്റടിച്ചിട്ട് എങ്ങാനും കെട്ടുപോകുന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നാൽ പോലും നല്ല അടിപൊളിയായിട്ട് എല്ലായിടത്തും കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ആയിട്ടോ. പിന്നെ ഏകദേശം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും.